ഞാൻ വീണ്ടും നമ്മുടെ മുതുകാടിനെ പറ്റിയുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ 2 വീഡിയോ അതിനെപ്പറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ 2 വീഡിയോയിലും കുറേ പേര് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് കമൻറ്റുകൾ ഇടുന്നത്. അത് ആ കമൻറ്റുകൾ ഞാൻ കാണുന്നു. നമ്മളൊരു കമൻറ്റ് വന്നു കഴിഞ്ഞാൽ അതൊരു ലൈക്ക് ചെയ്യത്തില്ലേ, അപ്പോൾ ആ ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് അങ്ങ് ഡിലീറ്റ് ആക്കി കളയുകയാണ്. അതായത് ഒരുപാട് ഭീഷണി പോലെയാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ഭീഷണി പോലെ പറയുന്നത് കൊണ്ട് എന്തായാലും ഞാൻ ഇതിനകത്തുനിന്ന് പിന്മാറാൻ തയ്യാറില്ല. കാരണം ഈ റിയാക്ഷൻ വീഡിയോയിൽ ഏറ്റവും താഴെ നിൽക്കുന്ന എൻ്റെ അടുത്ത് ഇത്രയും ഭീഷണിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമില്ലാതെ പറ്റത്തില്ലല്ലോ. ഞാൻ ആ കമൻറ്റ് കാണുന്നു എന്ന് ഉറപ്പ് വരുമ്പോൾ അത് കമൻറ്റ് ഡിലീറ്റ് ആക്കി കളയുകയാണ്. അപ്പോൾ ആ കമൻറ്റ് അതിൽ ആ ഒരു വീഡിയോ 2 വീഡിയോയിലും ആ കമൻറ്റ് അതിൽ ഇട്ടേക്കാൻ പോലുമുള്ള ഉറപ്പില്ലാത്തവരാണ് വന്ന് എനിക്ക് ഇതേപോലുള്ള കമൻറ്റുകൾ ഇടുകയും എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത്. കാരണം ഇനി നീ അതുപോലുള്ള വീഡിയോകൾ ഇട്ടാൽ എന്നെ ഏതാണ്ട് ചെയ്തു കളയുമെന്നും പറഞ്ഞിട്ടാണ് അതിനകത്ത് കമൻറ്റ് ഇടുകയോ അത് അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ അത് അതിൽ കിടക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അത് ഞാൻ പിന്നീട് നോക്കുമ്പോൾ ആ കമൻറ്റുകളൊന്നും അതിനകത്ത് കാണുന്നില്ല. ഏതാണ്ട് ഒരു 9 കമൻറ്റോളം വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്. ഞാൻ എന്തായാലും ഇപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുതുകാടിനെതിരെ പറയുന്നു, അല്ലെങ്കിൽ മുതുകാടിനെതിരെയുള്ള വീഡിയോകൾ ചെയ്യുന്നു, അതിന് ഞാൻ അനുഭവിക്കും, സത്യം അറിയാതെയാണ് ഞാൻ ഏതാണ്ടൊക്കെ പറയുന്നതെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കമൻറ്റുകൾ വരികയും ഇനി നീ ഇതുപോലുള്ള വീഡിയോകൾ ഇട്ടാൽ നീ അനുഭവിക്കേണ്ടി വരുമെന്ന്. ഞാൻ എന്തുവാണ് അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് എനിക്ക് അറിയാൻ വയ്യ. എന്തോ ആയാലും ഇപ്പം ഇത്രയും വീഡിയോ 2 വീഡിയോ ഞാൻ ഇട്ടു. അപ്പം എൻ്റെ ഒരു സംശയം ഞാൻ മാന്യമായിട്ട് ചോദിക്കുകയാണ്. സുനിതാ ദേവദാസ് ഇപ്പോൾ ഇത്രയും പേരുടെ കഷ്ടതകൾ, അല്ലെങ്കിൽ ആ ഒരു ആർട്ട് സെൻറ്ററിൽ അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകൾ വിവരിച്ചുകൊണ്ട് ഓരോ രക്ഷകർത്താക്കളുടെ പരാതി ഇപ്പം നമ്മൾ കണ്ടു. പരാതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അനുഭവിച്ച ആ ഒരു കഷ്ടതകളാണ് അവർ പറഞ്ഞത്. അവർക്കുണ്ടായ അനുഭവം, നേരിട്ട് അവർക്കുണ്ടായ അനുഭവങ്ങളാണ് അവർ പറയുന്നത്. ഇപ്പം ഈ സുനിതാ ദേവദാസ് ഇതിപ്പോൾ വെളിയിൽ കൊണ്ടുവന്ന് ഇപ്പം നമ്മുടെ കേരളം മൊത്തം ഇത് അറിഞ്ഞ് ഒരു വിവാദമായിട്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ. മുതുകാട് ഇപ്പോൾ എയറിലാണ്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൈസ കൊടുത്തിട്ട് ഈ രക്ഷകർത്താക്കളെ കൊണ്ട് പറയിക്കുകയാണെന്നാണ് എനിക്ക് വന്ന 2-3 കമൻറ്റ്. അങ്ങനെയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരാളെ പൈസ കൊടുത്ത് അവർ വിലക്കെടുത്ത് ചിലപ്പോൾ പറയിപ്പിച്ചു എന്ന് വെച്ചോ, 2 പേരെയും പൈസ കൊടുത്ത് വിലക്കെടുത്ത് അവർ പറയിപ്പിച്ചു എന്ന് വെച്ചോ, ഇപ്പം ഇന്നലത്തെ കൂടെ വീഡിയോ കൂട്ടിയിട്ട് 7 or 8 പേരായി അവർക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് വന്നിട്ട് അവരുടെ മക്കൾക്ക്, അതായത് ഈ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് കൊച്ചിലേ മുതൽ പരിചരണം കൊടുത്ത് അവർ 10-13 വയസ്സ് വരെ വളർത്തിയിട്ടാണ് ഈ ആർട്ട് സെൻറ്ററിലേക്ക് അവർ കൊണ്ടുപോയത്. അല്ലാതെ കുഞ്ഞിലേ മുതലേ മുതുകാടല്ല നോക്കിയത്. അങ്ങനെയുള്ള രക്ഷകർത്താക്കളും കൂടെ നിന്ന് അവർക്ക് നേരെ ഉണ്ടായ അനുഭവം, അതായത് ആഹാരത്തിന് പോലും എള്ള് കീറി കണക്ക് പറയുന്ന ഈ ഗോപിനാഥ് മുതുകാടിൻ്റെ ഈ ആർട്ട് സെൻറ്ററിൽ ചെന്നിട്ടാണ് ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടാണ് അവർ പച്ചയ്ക്ക് വന്ന് പറയുന്നത്. അത് 1 or 2 പേരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് പൈസ കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്നതാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ ഇത്രയും പേർക്കും കൂടെ പൈസ കൊടുത്ത് അവർ പറയിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? അതുപോലെ തന്നെ എനിക്ക് ഈ കമൻ്റ് ഇടുന്നവർക്ക് ഇപ്പോൾ നമ്മുടെ സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒരുവിധം വീഡിയോകളെല്ലാം ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. ഒരുവിധം അദ്ദേഹത്തിൻ്റെ ആ പ്രസൻറ്റേഷനും എനിക്കിഷ്ടമാണ്. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇത്രയും തെളിവുകൾ വെച്ചിട്ട് ഇപ്പോൾ 3 വീഡിയോ മുതുകാടിനെതിരെയുള്ള തെളിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പച്ചയ്ക്ക് സീക്രട്ട് ഏജൻറ്റ് പറയുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് സീക്രട്ട് ഏജൻറ്റിന് നേരെ ഒരു തിരിയുന്നില്ല? ഈ ഒരു ചെറിയ വീഡിയോ ഇട്ട് എൻ്റെ അടുത്ത് വന്നിങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യം എന്തുവാണ്? എന്നിട്ട് ആ കമൻറ്റ് അതിൽ ഇട്ടേക്കോ പോലും ചെയ്യുന്നില്ല. ഇതുപോലെ നല്ല രീതിയിൽ ഇതുപോലെ ഉള്ള കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരെ തളർത്തുകയല്ലേ ഇവർ ചെയ്യുന്നത്. അപ്പം എന്തോ കള്ളത്തരമുണ്ട് അതിനകത്ത്. സീക്രട്ട് ഏജൻറ്റ് ഇന്നതാ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു. ഷിഹാബ് CB എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നല്ലപോലെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ആളാണ്. അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം 2018 ഉണ്ടായ ഒരു അനുഭവം ഇന്നിപ്പോൾ അത് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിനെതിരെ ഒന്നും അവർക്ക് ആർക്കും ഒന്നും പറയാം. അപ്പോൾ ഈ എൻ്റെ വീഡിയോയിൽ വന്നിട്ട് എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് കമൻറ്റുകൾ ഇടുകയാണ്. എനിക്കിപ്പോൾ വ്യക്തിപരമായിട്ട് എല്ലാവരും പറയുന്നത് പോലെ ഞാനും മുതുകാടിനെ ഒരുപാട് അനുകൂലിച്ച്, അല്ലെങ്കിൽ ഒരുപാട് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ വീഡിയോകളൊക്കെ കാണുന്ന ഞാനായിരുന്നു. എനിക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വൈരാഗ്യം ഉള്ളൊരു വ്യക്തി അല്ല ഞാൻ. എന്നിട്ടും ഇപ്പോൾ നമ്മുടെ ജനങ്ങളെ, അല്ലെങ്കിൽ ഈ സുഖമില്ലാത്തപ്പോൾ ഇപ്പോൾ ഈ കള്ളി വെളിച്ചത്ത് കൊണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കുഞ്ഞുങ്ങളുടെ അടുത്തും ഇതുപോലെ തന്നെ അദ്ദേഹം പെരുമാറത്തില്ലേ? അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് പുറത്ത് കൊണ്ടുവന്നതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം.
അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള തലമുറകൾക്ക് ഈ കുഞ്ഞിലേ മുതലേ കുഞ്ഞിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു നന്മ മരത്തിനെ പറ്റി, ഒരു മലപ്പുറത്തുള്ളൊരു ആളിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന്. അതും ഇതുപോലെ നന്മമരം ചമഞ്ഞിട്ട് ഓട്ടിസം ബാധിച്ച കുട്ടികളെ കൊണ്ട് എന്തൊക്കെയോ ആവശ്യമില്ലാത്ത പരിപാടികളൊക്കെ ആയി അതങ്ങനെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നന്മ മരങ്ങളെല്ലാം വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിപ്പോൾ വ്യക്തിവൈരാഗ്യം വരേണ്ട ആവശ്യമില്ല. ഈ സുഖമില്ലാത്ത കുഞ്ഞുങ്ങളെ ഇന്നിപ്പോൾ ഇത് വെളിയിൽ വന്നില്ലെങ്കിൽ നാളെ വേറെ രീതിയിൽ വേറെ കുഞ്ഞുങ്ങൾക്ക് ഇത് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ രക്ഷകർത്താക്കൾക്കുണ്ടായ അനുഭവം അവരിപ്പോൾ പറയുന്നു. അതിന് നമ്മൾ ആ അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഇതുപോലെ എടുത്ത റിയാക്ഷൻ വീഡിയോ പോലെ ചെയ്യുന്നത്. അത് ഈ കമൻ്റ് ഇടുന്ന വ്യക്തികൾ മനസ്സിലാക്കുന്നില്ല. കമൻ്റ് ഇടും, അത് ഞാൻ കണ്ടു എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ അത് ഡിലീറ്റ് ആക്കി കളയാണ്. എന്നെ ഭീഷണിപ്പെടുത്തുന്നു. ഇന്ന് സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഷിഹാബ് CP എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നല്ല ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. 2018 ആ സ്ഥാപനത്തിൽ നിന്ന് ഔദ്യോഗികമായിട്ട് റിസൈൻ ചെയ്യാതെ പോരേണ്ടി വന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അന്ന് മുതൽ വേണമെങ്കിൽ എനിക്കുണ്ടായ ദുരനുഭവങ്ങൾ ഒരുപക്ഷെ നിങ്ങളോട് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ഇന്ന് ഇത് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ഉണ്ടാവാത്തൊരു സാഹചര്യം ഉണ്ടാവും. ആ രീതിയിലായിരുന്നു നമ്മൾ ഭീഷണിപ്പെടുത്തിയത്. മാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുമെന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഏകദേശം 5 വർഷത്തോളം ഞാൻ ഈ വിഷയം ആരോടും പറയാതിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ അതേ ദുരനുഭവങ്ങളുള്ള ഒരുപാട് കുട്ടികളുടെ രക്ഷിതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് പറയുന്ന സമയത്ത് എന്നെ അടുത്തറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, ഷിഹാബ് ഓൾറെഡി 1 വർഷം ഈ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്, നിങ്ങൾക്കും ഇതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ പേഴ്സണൽ സർക്കിളുള്ള ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് പുറത്ത് പറയാൻ പറ്റുന്നില്ല? ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയാണ്. കാരണം അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നേരിട്ട് അദ്ദേഹത്തോട് പറയുന്ന സമയത്ത് പോലും വളരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചുകൊണ്ട് കള്ളക്കേസിൽ കൊടുക്കും. ഞാൻ തെളിവ് സഹിതം എനിക്ക് പറയാൻ പറ്റും. കള്ളക്കേസിൽ കുടുക്കി അകത്താക്കുമെന്ന് ഈ പറയുന്ന മുതുകാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിസിക്കലി നിങ്ങൾ അത്ര ഫിറ്റ് അല്ലാത്ത ഒരാൾ, അദ്ദേഹത്തിന്റെ അത്രയും ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അവകാശപ്പെടാനില്ലാത്ത ഒരാൾ, അത്രയും ഹോൾഡ് ഇല്ലാത്ത ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളില്ല എന്ന വിശ്വാസം എനിക്കുള്ളത് കൊണ്ടും എൻ്റെ ജീവനിൽ പേടിയുള്ളത് കൊണ്ടുമാണ് ഇത്രയും കാലം ഞാൻ പറയാതിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ അമ്മമാർ ഇത് പറയുന്ന സമയത്ത് പോലും ഈ പറയുന്ന മുതുകാട് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കൽ പോലും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അമ്മമാർക്ക് ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ തിരുത്താം എന്ന് പറയുന്നതിന് പകരം ഈ അമ്മമാരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന അമ്മമാർ വ്യക്തിവൈരാഗ്യം തീർക്കുന്നു എന്നാണ് ഈ പറയുന്ന മുതുകാട് ആ വീഡിയോയിലൊക്കെ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ അമ്മമാർ എന്തിനാണ് മുതുകാട് എന്ന് പറയുന്ന വ്യക്തിയോട് വ്യക്തിവൈരാഗ്യം തീർക്കേണ്ട ആവശ്യം? കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ വളരെ മനോഹരമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള അദ്ദേഹത്തിന്റെ, നമ്മൾ സിനിമയിലൊക്കെ പറയാറുണ്ടല്ലോ, വളരെ നന്നായിട്ട് ഫിലോസഫി പറയാൻ പറ്റുന്നവർക്ക്, സംസാരിക്കാൻ കഴിയുന്ന ആൾക്ക് ഒരുപക്ഷെ മനോഹരമായിട്ട് ആളുകളെ കബളിപ്പിക്കാനും സാധിക്കും എന്നുള്ളത്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നവർ കേൾക്കേണ്ടി വരുന്ന ചീത്തവിളികൾ. പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം, ഇന്ന് ഇത് നിങ്ങളുടെ മുമ്പിൽ തുറന്ന് പറഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് എനിക്കറിയാം. ഒന്ന്, അദ്ദേഹത്തെ പോലൊരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമാധാനപരമായിട്ട് ഇനി തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ല. ഞാൻ എക്സാജറേഷൻ അല്ല, അനുഭവിച്ച കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള പ്രസ് റിലീസിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ അറിയാൻ ആഗ്രഹമുള്ള ഏത് കാര്യത്തെക്കുറിച്ചും എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും. കാരണം ഇതൊരു ഇത്രയും കാലം അദ്ദേഹം അതുപോലെ വെറുതെയുള്ള ആരോപണങ്ങളല്ല. 1 വർഷം 2017 10 മാസം 31 അവിടെ ജോയിൻ ചെയ്തത് മുതൽ 2018 11 മാസം 3 അവിടുന്ന് എൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒഫീഷ്യലി റിസൈൻ പോലും ചെയ്യാതെ ഒരു ദിവസം രാത്രി അവിടെയുള്ള ആളുകളുടെ സഹായത്തോടു കൂടി രക്ഷപ്പെട്ടു വന്നൊരു വ്യക്തി എന്ന രീതിയിൽ ആ 1 വർഷക്കാലം ഞാൻ അനുഭവിച്ച ഓരോ കാര്യങ്ങളും എനിക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കും. 2017 ഒരു പ്രോഗ്രാമിൽ വെച്ചാണ് ഞാൻ ഇദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെടുന്നത്. ഉള്ളേരി എന്ന് പറയുന്ന സ്ഥലത്തൊരു മോട്ടിവേഷൻ പ്രോഗ്രാമിൽ പരിചയപ്പെടുകയും അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിന് ശേഷമാണ് ഞാൻ എൻ്റെ മോട്ടിവേഷൻ ക്ലാസ് അവതരിപ്പിക്കുന്നത്. അന്ന് എന്നോട് നല്ല സൗഹൃദത്തോടു കൂടി പെരുമാറുകയും നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു വലിയൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് നമുക്ക് വലിയ സന്തോഷം തോന്നുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹത്തുമായിട്ടുള്ള സൗഹൃദം തുടങ്ങുന്നത്. 2017 11 മാസം 31 ഓർഡർ പ്രകാരം 11 മാസം 1 എംപവർ എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ അനുയാത്ര എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളൊരു സെന്ററിലേക്ക് അദ്ദേഹം എന്നെ ജോലിക്ക് നിയമിക്കുന്നത്. അവിടെ 5 കുട്ടികളുള്ള സമയത്താണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. എൻ്റെ ജോലി എന്ന് പറയുന്നത് അവിടെ കുട്ടികളെ കോർഡിനേറ്റ് ചെയ്യുക, ഈ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യുക, കൂടെ മാജിക് ചെയ്യുക, ഇതൊക്കെയായിരുന്നു. അങ്ങനെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ രീതികൾ മനസ്സിലായി തുടങ്ങാൻ കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഷിഹാബ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ട്, എനിക്ക് ഇലക്ട്രിക് വീൽ ചെയറിലൂടെ വരാൻ പാടില്ല, ഷിഹാബ് നടന്നു വരണം.
അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതേ കാര്യം അദ്ദേഹം എന്നോട് ഇതിന് തുടക്കത്തെ പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രി വരുന്ന സമയത്തും അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞത് ഷിഹാബ് നടന്നു വരണം, ഷിഹാബിന് കാലുകളില്ലാതെ നടക്കുന്ന ആളുകൾ കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അത് എന്നെ പോസിറ്റീവ് ആയിരിക്കുന്ന ഞാൻ വിചാരിച്ചു. പക്ഷേ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സർ എനിക്കൊരു ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ട്, എനിക്ക് അതിലൂടെ ഈസി ആയിട്ട് വരാൻ പറ്റും. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, അങ്ങനെ നടന്നു വരുന്ന കാണുമ്പോൾ ഓഡിയൻസിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും നമുക്ക് ഗുണം ചെയ്യും. മാത്രമല്ല ഷിഹാബ് സംസാരിക്കുമ്പോൾ മുതുകാട് സർ ഞങ്ങളുടെ ദൈവമാണ്, സർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത്, ഇങ്ങനെ ഷിഹാബ് പറഞ്ഞേ മതിയാകൂ എന്നോട് പറഞ്ഞു. ഇത് ഞാൻ മാത്രം പറയുന്ന കാര്യമല്ല, അദ്ദേഹത്തിന്റെ അവസാന പരിപാടി ദുബായിൽ നടന്ന പ്രോഗ്രാമിന്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേ കാര്യം അവിടെയും ഒരമ്മ പറയുന്നുണ്ട്. ഇതേ കാര്യം പറയുന്നവരെ മാത്രമേ അവിടെ നിർത്തുള്ളൂ. അത് റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ പ്രോഗ്രാമാണ്, ഒരു 3-4 മാസങ്ങളായിട്ടുള്ളൂ. അപ്പം ഞാൻ ഈ എംപവർ എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യുന്ന സമയത്തും എനിക്കുണ്ടായ അനുഭവങ്ങൾ എന്ന് പറയുന്നത്, ഒരു വേദിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നതൊക്കെ ഒരു ഗ്രീൻ റൂം ഇതിനോട് ചേർന്നുണ്ട്. ഏകദേശം ഒരു 2.5 മീറ്റർ മാത്രം മാക്സിമം വീതിയും ഒരു 3-3.5 മീറ്റർ മാത്രം നീളവും വരുന്ന ഈ ഒരു ഗ്രീൻ റൂമിൽ ഞാനും ഈ പെർഫോം ചെയ്യുന്ന 5 ഭിന്നശേഷിയുള്ള കുട്ടികളും, ഇവരെ കോർഡിനേറ്റ് ചെയ്യാൻ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇല്ല, ഇവിടെയുള്ളൊരു ഭിന്നശേഷി കുട്ടിയുടെ അമ്മ തന്നെയാണ് ഈ കുട്ടികളെ മൊത്തം മാനേജ് ചെയ്യുന്നത്. ഈ 2 അമ്മമാരും അതേ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന 2 കോമഡി ആർട്ടിസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു ഗ്രീൻ സ്ക്രീനിൽ നമ്മൾ ഓരോ പ്രോഗ്രാം കഴിയുമ്പോൾ നമ്മൾ അവിടെ നിൽക്കണം. അപ്പോൾ അതിന് പ്രോഗ്രാം കഴിഞ്ഞതിൻ്റെ ഗ്യാപ്പിൽ കുട്ടികൾ ഒരു സ്ലൈഡ് ഡോറാണ്, ഈ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടുത്തെ മാനേജർ ജിന്നി വന്നിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. നമ്മൾ പറയും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഈ കുട്ടികൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് ബുദ്ധിമുട്ടാണ്, ഈ മാജിക് ബാൻഡ് കാണാൻ വരുന്ന ആൾക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇവിടെ നിർത്തണം, ഇതിനെ പുറത്തിറങ്ങാൻ പാടില്ല, നിന്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് നമ്മൾ ഷൗട്ട് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ച ഒരാളല്ല, ഞാനൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അല്ല, ഞാനൊരു പ്രോഗ്രാം മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. ഇവരെക്കുറിച്ച് പഠിച്ച ആളുകളെ കൊണ്ടുവന്ന് അവരോട് ചോദിക്കും, ഈ കുട്ടികൾ ഓട്ടിസവും ഡിപ്രഷനും MR ഒക്കെ ആയിട്ടുള്ള കുട്ടികളെ ഈ ഒരു ചെറിയ ഹോളിനകത്ത് 10 പേര് അടങ്ങുന്ന ഈ ഒരു ഹോളിനകത്ത് നിർത്താൻ പറ്റില്ല നമുക്ക്, അതുകൊണ്ട് അവർ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് പറഞ്ഞ പണി താൻ ചെയ്താൽ മതി. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല, എനിക്ക് പ്രൂഫ്, അതായത് ഈ റെക്കോർഡ് അടക്കം എനിക്ക് കാണിക്കാൻ പറ്റും. താൻ പറഞ്ഞ പണി ചെയ്താൽ മതി, ഇവിടെ തനിക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ തനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോവാം, നിങ്ങളെ ആരെയും കണ്ടിട്ടല്ല ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങിയത്. ഈ രീതിയിലായി മാനേജറുടെ നമ്മളോട് സംസാരിക്കുന്ന രീതികൾ അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? അത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള വിഗ്രഹം, അതായത് ഇപ്പോൾ ഈ മുതുകാടിനെ പോലെ ഉള്ള ഒരാളെ നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് വലിയ ദൈവമാണെന്നാണ്, ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഓരോ ദിവസവും ഓരോരുത്തരുടെ തെളിവുകൾ കൊണ്ടുവരുമ്പോഴും ഓരോ അമ്മമാരും അച്ഛന്മാരും പറയുന്നത് കേൾക്കുമ്പോഴാണ് നമുക്കും അതിൻ്റെ സീരിയസ്നെസ്സിനെ പറ്റി നമുക്ക് മനസ്സിലാകുന്നത്. മുതുകാടിനെ ഇപ്പം കരിവാരി തേക്കേണ്ട ആവശ്യം എനിക്കില്ല, കാരണം എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ അറിയില്ല, എന്നെയും അറിയില്ല. പക്ഷേ നമ്മൾ ഓരോ സംഭവങ്ങൾ കാണുമ്പോഴല്ലേ നമ്മൾ അതിനെപ്പറ്റി അറിയുന്നത്, കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നതും. അത്രമാത്രമാണ് ഞാനും ചെയ്തത്. ഇതിപ്പോൾ ഈ ഒരു ഷിഹാബ് എന്ന് പറയുന്ന ആളിപ്പോൾ ഇത്രയും പറഞ്ഞു, ആരുടെ കയ്യിൽ നിന്ന് എത്ര രൂപ വാങ്ങിച്ചിട്ടാണ്? അദ്ദേഹത്തിന് വല്ല പ്രതിഫലവും കിട്ടിയിട്ടാണോ അദ്ദേഹം പറയുന്നത്? അല്ല, അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുന്നു. അതുപോലെ ഓരോ രക്ഷകർത്താക്കളും അവരവർക്കുണ്ടായ അനുഭവങ്ങൾ അവരുടെ മക്കളെ കാണിച്ചിട്ട് വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതും ഫണ്ട് വെച്ചിട്ട് പിന്നെ പ്രശസ്തി സ്വരൂപിക്കുന്നതും നേടുന്നതും അവരുടെ ആ രക്ഷകർത്താക്കൾ നേരിട്ട് കണ്ടറിഞ്ഞ അനുഭവങ്ങളാണ് അവർ പറയുന്നത്. അല്ലാതെ ആരുടെയും അല്ലെങ്കിൽ സുനിതാ ദേവദാസ് കൊണ്ടുപോയി പൈസ കൊടുത്തിട്ടല്ല ഇത്രയും പറയിപ്പിക്കുന്നത്. 1-2 പേരല്ലല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ദിവസം 2 പേര് വീതം മുന്നോട്ട് വന്നത് പറയുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് വീഡിയോകളായിട്ട് ചെയ്യുന്നതല്ല. വ്യക്തിപരമായിട്ട് മുതുകാടിനെ കരിവാരിത്തേക്കേണ്ട ഒരാവശ്യവുമില്ല. ഇപ്പം ഈ ഷാജൻ സ്കറിയ, മറുനാടൻ TV-യിലെ ഷാജൻ സ്കറിയ, അയാളെ, അതായത് ഈ മുതുകാടിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഷാജൻ സ്കറിയ അവിടെ പോയി 5 വർഷമോ അല്ലെങ്കിൽ 1 വർഷമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ നിന്നുള്ള പരിചയം അദ്ദേഹത്തിനില്ല. വെറും ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഷാജൻ സ്കറിയയ്ക്ക് ആ ഒരു ആർട്ട് സെൻറ്ററുമായിട്ടുള്ള ബന്ധമുള്ളൂ. പക്ഷേ 5-6 വർഷം അവിടെ നിന്ന് അനുഭവമുള്ളവരാണ് ഈ ഇരുന്നുകൊണ്ട് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന് വെളുപ്പിക്കാനും നോക്കുന്നുണ്ട്, ഇപ്പുറത്ത് അതിൻ്റെ പൊളിച്ചെടുക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പം ആ നിജസ്ഥിതി നമുക്ക് കേരളക്കാർക്ക് അറിയാനുള്ള അവകാശമുണ്ട്, അതുപോലെ എനിക്കും ഉണ്ടെന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോകൾ ചെയ്യുന്നത്. ആർക്കും പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല പറയുന്നത്, അവരവരുടെ അനുഭവങ്ങൾ പറയുന്നു. അത് ഇനിയും അവർ ചിലപ്പോൾ പറയും, ഇനിയും ചിലപ്പോൾ രക്ഷകർത്താക്കൾ മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ വെച്ചിട്ടും അതുപോലെ അവരുടെ ജീവിതം വെച്ചിട്ടുമാണ് ഇതുപോലുള്ള സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നത്. രക്ഷകർത്താക്കൾക്കുണ്ടായ അനുഭവം പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് വരുന്നത്.